2001 ഇത്തിത്താനം ഇളങ്കാവിലമ്മയുടെ മണ്ണിലെ ഗജമേള. അതിനു മുൻപുള്ള മത്സരങ്ങളെക്കാൾ പോരാട്ടം നടന്ന വർഷം. തങ്കത്തിടമ്പിനു വേണ്ടി ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും നിലവിന്റെ തമ്പുരാൻ മംഗലാംകുന്ന് കർണനും തമ്മിൽ നടന്ന വാശിയേറിയ മത്സരത്തിന്റെ ആവിഷ്കാരമാണീ കഥ. അതിന് തൊട്ടു മുൻപുള്ള വർഷം 2000. ഉയരക്കേമന്മാരായ നാണു എഴുത്തച്ഛൻ സൂര്യനും ആതിര രാജശേഖരനും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം. ഒടുവിൽ അമ്പലക്കോടി സമാജം കൊണ്ടുവന്ന സൂര്യൻ തങ്കത്തിടമ്പിന് അർഹനായപ്പോൾ രാജശേഖരനെ കൊണ്ടുവന്ന മലക്കുന്നം അയ്യപ്പ ഭജന സമിതി നിരാശരായി. അടുത്ത വർഷത്തേക്കുള്ള വെല്ലുവിളികളുമായി 2000 ഉത്സവം അവസാനിച്ചു. അങ്ങനെ 2001 ഗജമേള നടക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ തട്ടകത്തിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ ഏതു വിധേനയും കാര്യങ്ങൾ മുന്നോട്ടു നീക്കാൻ ഉറപ്പിച്ച വിഭാഗക്കാർ ഉയരക്കേമന്മാരെയും തലയെടുപ്പിന്റെ രാജാക്കന്മാരെയും എന്തു വില നൽകിയും മത്സരത്തിലെത്തിക്കാൻ പദ്ധതികൾ തയ്യാറാക്കി. കഴിഞ്ഞ വർഷത്തെ പരാജയത്തിന്റെ വാശി തീർക്കാൻ മലക്കുന്നം അയ്യപ്പ ഭജന സമിതി കണ്ടെത്തിയത് മറ്റാരെയുമല്ല, ഉയരപ്പെരുമയ്ക്കൊപ്പം തലയെടുപ്പും തന്റേടവും ഒത്തുചേർന്ന സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയായിരുന്നു. രാമന് ഒരു എതിരാളിയെ തിരഞ്ഞിറങ്ങിയ അമ്പലക്കോടി സമാജം കണ്ടെത്തുന്നത് അളവിനെ നിലവുകൊണ്ട് തോൽപ്പിക്കുന്ന പോരാട്ടവീര്യം നിറഞ്ഞു നിൽക്കുന്ന മംഗലാംകുന്ന് കർണനെയും. പുത്തൻകുളം അനന്തപത്മനാഭൻ, കിരൺ നാരായണൻകുട്ടിയടക്കമുള്ള വാശിയോടെ മത്സരിക്കുന്ന 10ഓളം ആനകളെ മറ്റു വിഭാഗക്കാരും എത്തിക്കാൻ ഉറപ്പിച്ചു. കഴിഞ്ഞ വർഷത്തിന്റെ വാശി തീർക്കാൻ എല്ലാ സമാജങ്ങളും അറിഞ്ഞു പോരാടുമെന്നുറപ്പുള്ളതുകൊണ്ട് തന്നെ 2001 ഗജമേള ഏതു വിധേനയും കാണാനുറപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള ആനപ്രേമികളും. ഒടുവിൽ പ്രതീക്ഷകളും വെല്ലുവിളികളും നിറഞ്ഞ മേടമാസത്തിലെ ആ സുദിനം വന്നെത്തി. തെക്കൻ നാട്ടിൽ അത്ര സജീവമല്ലാതിരുന്നിട്ടുകൂടി പാലക്കാട്, തൃശൂർ ജില്ലകളിലുള്ള മത്സരങ്ങളിൽ രാമന്റെയും കർണന്റെയും പോരാട്ടവീര്യം തെക്കൻ നാടുകളിൽ അതിനോടകം ചർച്ചാ വിഷയമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാമകർണന്മാരെ കാണുവാൻ ആളുകൾ കുറച്ചൊന്നുമായിരുന്നില്ല ആഗ്രഹിച്ചിരുന്നത്. വൈകാതെ ഇത്തിത്താനത്തിന്റെ മണ്ണിൽ കാൽ വച്ച് രാമൻ ഇറങ്ങി. കൂടെ എരിമയൂർ സിംഗമെന്ന മണിയേട്ടൻ. രാമനെ ആദ്യമായി കാണുന്ന ആളുകൾ അവന്റെ ഉയരവും ഐശ്വര്യവും കണ്ട് ഹർഷാരവങ്ങൾ മുഴക്കി. മറ്റു ആനകൾക്കും കയ്യടികളോടെ സ്വീകരണം. തേജസ്സുള്ള മുഖവും ആത്മവിശ്വാസം നിറഞ്ഞ ചലനങ്ങളുമായി കർണനുമെത്തി. കൂടെ ചട്ടക്കാരിലെ ചാണക്യൻ, പാറശ്ശേരി ചാമിയാശാൻ. എന്നാൽ ആദ്യമായി കർണനെ കണ്ട ആളുകൾ നെറ്റിച്ചുളിച്ചു. ബാക്കി വന്നിട്ടുള്ള ആനകളുടെ പോലും ഉയരമില്ലാതെ വന്നിരിക്കുന്ന ഈ കർണനെ പറ്റി തന്നെയാണോ ഇത്രയും വീരകഥകൾ പറഞ്ഞു കേൾക്കുന്നത്? ഇത്രയും ഉയരമുള്ള ആനകളുള്ളപ്പോൾ കർണൻ എന്തു ചെയ്യുവാനാണ്? ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും സംശയം. മത്സരത്തിനു വേണ്ടി ആനകൾ നിരന്നു. തലപ്പൊക്കത്തിന്റെ ആവേശ നിമിഷങ്ങൾ ആരംഭിച്ചു. അണിനിരന്ന ഗജവീരന്മാരെല്ലാം തലയുയർത്തി. എന്നാൽ ആളുകളുടെ ആ സമയത്തെ ശ്രദ്ധ രാമനിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു രാമരാജാവിന്റെ നിൽപ്പ്. ചെവിയാട്ടി തലയുയർത്തി നിൽക്കുന്ന രാമനെ കണ്ട് ആളുകൾ ആരവങ്ങളും ആർപ്പുവിളികളും ഉയർത്തി. അതുവരെ പോരാട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്ന കർണന്റെ മനസ്സിൽ മത്സരബുദ്ധി നുരഞ്ഞു പൊങ്ങി. അമരങ്ങൾ രണ്ടും പുറകിലൂന്നി നടകൾ ഉറപ്പിച്ച് ചെവികൾ ചേർത്തുപിടിച്ച് സൂര്യപുത്രൻ കർണൻ ഇതാ ഉദിച്ചു നിൽക്കുന്നു. ആളുകൾ അന്തം വിട്ടു. കണ്ടുനിന്നവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്തതായിരുന്നു ആ കാഴ്ച. കർണൻ നിൽക്കുന്നത് രാമനൊപ്പം. രണ്ടുപേരും വാശിയോടെ തല ഉയർത്തി നിന്നു. രാമകർണന്മാരുടെ മഹായുദ്ധത്തിനാണ് പിന്നീട് ഇത്തിത്താനത്തിന്റെ മണ്ണ് സാക്ഷിയായത്. ഇരിക്കസ്ഥാനം കൊണ്ട് രാമനേക്കാൾ താഴെയാണ് കർണൻ. എന്നിട്ടും നിലവെന്ന വജ്രായുധം കൊണ്ട് രാമരാജനുമായി അവൻ പൊരുതി നിന്നു. ചട്ടക്കാരായ മണിയറിന്റെയും ചാമിയാശാന്റെയും പാഠങ്ങൾ ഇരുവരിലും വ്യക്തമായി പ്രതിഫലിച്ച നിമിഷങ്ങൾ. കൂടെയുണ്ടായിരുന്ന അനന്തപത്മനാഭനും കിരൺ നാരായണൻകുട്ടിയുമെല്ലാം നന്നായി മത്സരിച്ചെങ്കിലും യഥാർത്ഥ മത്സരം രാമനിലും കർണനിലുമായി ഒതുങ്ങിപ്പോയി. ഗജമേളയുടെ സമയം കഴിഞ്ഞിട്ടും തല താഴ്ത്തുവാൻ കൂട്ടാക്കാതിരുന്ന രാമനെയും കർണനെയും കണ്ട് ആരെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നറിയാതെ വിധികർത്താക്കൾ പോലും കുഴങ്ങി. രണ്ടുപേരും വിജയികൾ തന്നെ. എന്നാൽ ഒരാൾക്ക് മാത്രമേ തിടമ്പ് നൽകുവാനാകൂ എന്ന കാരണത്താൽ നറുക്കെടുപ്പിലൂടെ രാമനെ വിജയിയായി പ്രഖ്യാപിച്ചു. 2ാം സ്ഥാനമെന്ന വലത്തെ കൂട്ടായി കർണനും ഇടത്തെ കൂട്ടായി പുത്തൻകുളം അനന്തപത്മനാഭനും.
എഴുന്നള്ളിപ്പിലും രാമനൊപ്പം തന്നെ ഉയർന്നു നിന്ന നിലവിന്റെ തമ്പുരാന് തെക്കൻ നാട്ടിൽ ലഭിച്ച പേര് വളരെ വലുതായിരുന്നു. യഥാർത്ഥത്തിൽ വർഷങ്ങളായി നടക്കുന്ന ഇത്തിത്താനം ഗജമേളയിലെ മത്സരങ്ങളിൽ ഈ പോരാട്ടം ഇന്നും ഓർമ്മകളിൽ നിലനിൽക്കുന്നു. ഇത് സാക്ഷാൽ രാമകർമ്മന്മാരുടെ മാത്രം വിജയം.